മലപ്പുറക്കാർ ഇന്ന് ചിന്തിക്കുന്നത് കേരളം നാളെ ചിന്തിക്കുന്നു എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ കാണുന്ന നോൺ വെജിറ്റേറിയൻ സംസ്കാരം ആദ്യമായി തുടങ്ങിയത് മലപ്പുറക്കാരാണ്. പണ്ടുകാലത്ത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ കൂടുതലായി വെജിറ്റേറിയൻസും കോൺഗ്രസ്സുകാർ കൂടുതലായി നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരുമായിരുന്നു. അതിനു കാരണം പാവപ്പെട്ടവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും തൊഴിലാളി സംഘടനകളിലും സംഘടിക്കുകയും 4 കാശുള്ളവരൊക്കെ കോൺഗ്രസ് പോലെയുള്ള മുതലാളിത്ത പാർട്ടികളിൽ ചേക്കേറുകയും ചെയ്തതുകൊണ്ടാണ്. എന്നാൽ മലപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വേണ്ടത്ര വേരോട്ടമില്ലാത്തതുകൊണ്ട് കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും തമ്മിലായിരുന്നു സമൂഹത്തിൽ ചേരിതിരിവ് ഉണ്ടായിരുന്നത്. യാഥാസ്ഥികമായ രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ആളുകൾ മുസ്ലിം ലീഗിലും, ആര്യാടൻ മുഹമ്മദിനെ പോലെയും ആര്യാടൻ ഷൗക്കത്തിനെ പോലെയും അല്പം വ്യത്യസ്തമായി ചിന്തിക്കുന്നവർ കോൺഗ്രസ് പാർട്ടിയിലും ചേരുന്നത് മലപ്പുറത്ത് ഒരു പാറ്റേൺ ഉണ്ടാക്കി. എങ്കിലും കാലക്രമേണ കോൺഗ്രസ് സംസ്കാരത്തിന് മലപ്പുറത്ത് വിലയില്ലാതാവുകയും മുസ്ലിം ലീഗിൻ്റെ അതിപ്രസരം ജില്ലയെ കീഴടക്കുകയും ചെയ്തു. മലപ്പുറത്തുള്ള ജനങ്ങൾ കൂടുതലായി സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് സൗദി അറേബ്യൻ സംസ്കാരം മലപ്പുറത്ത് വേരുപിടിച്ചത് വളരെ പെട്ടെന്നാണ്. മലപ്പുറക്കാർ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ബിസിനസ്സും ജോലിയുമായി താമസിക്കുന്നതുകൊണ്ട് അവർക്ക് സൗദി അറേബ്യൻ സംസ്കാരം പ്രചരിപ്പിക്കുവാൻ എളുപ്പത്തിൽ സാധിച്ചു. എന്ന് മാത്രമല്ല, പരമ്പരാഗതമായ കേരളീയ സംസ്കാരത്തിൻ്റെ ലാളിത്യം പുതിയ തലമുറക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മലപ്പുറക്കാർ മുന്നോട്ട് വെച്ച അറേബ്യൻ സംസ്കാരമാണ് അവർക്ക് കൂടുതൽ സ്വീകാര്യമായി അനുഭവപ്പെട്ടത്. സൗദി അറേബ്യ പോലെ ശമ്പളം കുറഞ്ഞ തൊഴിലാളികളെ പീഡിപ്പിക്കുന്ന ഒരു രാജ്യത്ത് മലയാളികൾ വലിയ വിഷമത്തോടെ ജീവിക്കുമ്പോൾ മലപ്പുറക്കാർ സൗദി അറേബ്യൻ സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരുകയും കേരളത്തിൽ പട്ടിണി കിടക്കുന്നതിനേക്കാൾ നല്ലത് സൗദി അറേബ്യയിൽ പോയി കഷ്ടപ്പെട്ട് അവകാശങ്ങളില്ലാത്ത തൊഴിലാളികളായി ജോലി ചെയ്യുന്നതാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. പതിയെ ഈ തിരിച്ചറിവ് കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും പടരുകയും ഗൾഫിൽ ജോലിയുള്ളത് ഒരു ഇടക്കാല ആശ്വാസമോ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു മുഴുവൻ കാല ആശ്വാസമോ ആക്കി മാറ്റുവാൻ എല്ലാ ജില്ലക്കാർക്കും സാധിച്ചു. മലപ്പുറക്കാർ 20 വർഷം മുമ്പ് ചിന്തിച്ചത് ഇപ്പോൾ മലയാളികളെല്ലാം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കേരളത്തിൽ 13 ജില്ലകളിൽ നല്ലപോലെ വേരോടിയെങ്കിലും മലപ്പുറം ജില്ലയിൽ വേണ്ടത്ര വേരുപിടിക്കാതിരിക്കാൻ കാരണം മുതലാളിത്തവും ഇസ്ലാം മതവും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് മലപ്പുറക്കാർ ധരിച്ചു വെച്ചതുകൊണ്ടാണ്. ലോകത്തിൽ ആകെയുള്ള 54 മുസ്ലിം രാജ്യങ്ങളിൽ ഒരെണ്ണം പോലും കമ്മ്യൂണിസം സ്വീകരിച്ചിട്ടില്ല. എല്ലാ മുസ്ലിം രാജ്യങ്ങളും മുതലാളിത്തമാണ് രാഷ്ട്രീയ സംഹിതയായി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുതലാളിത്തം ഇസ്ലാമിൻ്റെ ഭാഗമാണെന്നും കമ്മ്യൂണിസം ഹറാമാണെന്നും മുസ്ലിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മലപ്പുറക്കാർക്ക് മുതലാളിത്തത്തോട് ഇത്ര ബഹുമാനമുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ മുതലാളിത്തവും ഇസ്ലാം മതവും തമ്മിൽ വലിയ ബന്ധമില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ മുസ്ലിങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരായും ഇടതുപക്ഷക്കാർക്ക് വോട്ട് ചെയ്യുന്നവരായും മുതലാളിത്തത്തിൻ്റെ ശത്രുക്കളായും കണക്കാക്കുന്നുണ്ട്. എങ്കിലും അറബ് രാജ്യങ്ങളിലെ കാര്യങ്ങൾ മാത്രമാണ് മലപ്പുറക്കാർ കണക്കിലെടുക്കുന്നത്. യൂറോപ്പ് എന്ത് ചിന്തിക്കുന്നു എന്ന് മലപ്പുറക്കാർ പരിഗണിക്കുന്നില്ല. മലപ്പുറം ജില്ലയിൽ യൂറോപ്പിൻ്റെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണ്. കുറെ കൂടി അക്കാദമിക്കായ രീതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇസ്ലാം മതം മാത്രമല്ല ഹിന്ദുമതവും മുതലാളിത്തത്തെ കൂടുതൽ നല്ല ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയായി സ്വീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമൊക്കെ ധാരാളം ഹിന്ദുക്കൾ മുതലാളിത്തത്തിന് അനുസൃതമായ ഒരു ജീവിതശൈലി സ്വീകരിക്കുകയും വലിയ ബാങ്കർമാരായും വ്യവസായികളായും മാറുകയും ചെയ്തിട്ടുണ്ട്. യൂറോപ്പിലെയും അമേരിക്കയിലെയും പല വലിയ ഉരുക്ക് കമ്പനികളും മിട്ടൽ പോലെയുള്ള മഹാരാഷ്ട്ര കമ്പനികളുടെ നിയന്ത്രണത്തിലാണ്. ഇംഗ്ലണ്ടിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഋഷി സുനാക് മുതലാളിത്തത്തിലൂടെ വളർന്നുവന്ന് രാഷ്ട്രീയക്കാരനായി മാറിയ ഒരു വ്യക്തിയാണ്. ഇത്തരത്തിൽ നോക്കുമ്പോൾ കേരളത്തിന് പുറത്ത് എല്ലാ സ്ഥലങ്ങളിലും ഹിന്ദുക്കൾ മുതലാളിത്തത്തെ സ്വീകരിക്കുകയും ആ ഒരു സാമ്പത്തിക പ്രക്രിയയിലൂടെ സമ്പന്നരായി മാറുകയും ചെയ്തവരാണ്. അതുപോലെ ക്രിസ്ത്യാനികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ കാർഷിക മേഖലക്കും കൃഷിക്കാരുടെ ലളിതമായ ജീവിതശൈലിക്കും അല്പസ്വല്പം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സമുദായമായിരുന്നു ക്രിസ്ത്യാനികൾ. എന്നാൽ ലോകത്തിൽ മറ്റെല്ലായിടത്തും ക്രിസ്തുമതവും മുതലാളിത്തവും തമ്മിൽ സഹോദര ബന്ധമുണ്ട്. എല്ലാ ക്രിസ്ത്യൻ രാജ്യങ്ങളും മുതലാളിത്തത്തെ സപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുതലാളിത്തം ഇഷ്ടപ്പെടുന്നു എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ. ഈ 3 വിഭാഗങ്ങൾക്ക് പുറമേ കമ്മ്യൂണിസ്റ്റുകാർ എന്ന 4മതൊരു വിഭാഗവും കേരളത്തിൽ താമസിക്കുന്നുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും ലാളിത്യത്തെക്കുറിച്ചും ഗ്രാമീണ ജീവിതത്തെക്കുറിച്ചും സംസാരിക്കാറുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും നഗരവാസികളായ കമ്മ്യൂണിസ്റ്റുകാരും മുതലാളിത്തം പൂർണ്ണമായി സ്വീകരിച്ചു കഴിഞ്ഞു. ചൈനയും വിയറ്റ്നാമും പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ മുതലാളിത്ത രീതിയിലാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കിയ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ മുതലാളിത്തത്തെ തള്ളിപ്പറയുന്നത് നിർത്തിയിട്ടുണ്ട്.
ചിക്കൻ ബിരിയാണിയും മന്തിയും അൽഫാമും കഴിക്കാൻ സാമ്പത്തിക ശേഷിയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ല താല്പര്യമാണ്. സൗദി അറേബ്യൻ സംസ്കാരം തള്ളിപ്പറയുവാൻ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാവാതെ ഇരിക്കുന്നതിന്റെ കാരണം പണ്ടുകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വെച്ചിരുന്ന കട്ടൻ ചായയും പരിപ്പുവടയും എന്ന ജീവിതശൈലിക്ക് ഇപ്പോൾ ആരാധകരെ കിട്ടുവാൻ സാധ്യതയില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ 4 സമുദായങ്ങളും, അതായത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും മുതലാളിത്തത്തെ ഒരു നല്ല സാമൂഹ്യ വ്യവസ്ഥിതിയായി സ്വീകരിച്ചു കഴിഞ്ഞു. ഇത് മലപ്പുറക്കാർ പണ്ടേ പറയുന്നതാണ്. എന്നാൽ മലയാളിക്ക് ഇപ്പോഴാണ് അത് മനസ്സിലായത്. അതുകൊണ്ടാണ് മലപ്പുറക്കാർ ഇന്ന് ചിന്തിക്കുന്നത് നാളെ മലയാളി ചിന്തിക്കുമെന്ന് പറയുവാൻ കാരണം. പണ്ടുകാലത്ത് കേരള സമൂഹത്തിൽ കോൺഗ്രസ്സുകാർക്കായിരുന്നു സ്വാധീനം കൂടുതൽ. വളരെ പെട്ടെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം പിടിച്ചെടുത്തത്. കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും കേട്ട് മനസ്സിലാക്കുവാൻ മലയാളികൾ താല്പര്യം കാണിച്ചത് സമൂഹത്തിൻ്റെ നിയന്ത്രണം കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിൽ വന്നു എന്ന ധാരണ ഉള്ളതുകൊണ്ടാണ്. എന്നാൽ അടുത്ത കാലത്തായി മലപ്പുറക്കാർ കേരള സമൂഹത്തിൽ മുന്നോട്ട് വരികയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇരച്ചു കയറുകയും മലപ്പുറം സംസ്കാരം പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നെയ്ച്ചോറും ബിരിയാണിയും കോഴി പൊരിച്ചതും കേരളത്തെ കീഴടക്കി കഴിഞ്ഞു എന്ന് പറയുന്നതിൽ യാതൊരു അത്ഭുതത്തിനും അവകാശമില്ല. അതുകൊണ്ടാണ് മലപ്പുറം സംസ്കാരത്തിന് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ളത്. കേരളത്തിലെ ചെറുപ്പക്കാർ വൈകുന്നേരം ടൗണിലേക്ക് പോകുന്നത് മസാല ദോശ കഴിക്കുവാനല്ല, ചിക്കൻ ബിരിയാണി കഴിക്കുവാനാണ്. പൊറോട്ടയും ചിക്കൻ കറിയും കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണമായി മാറിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും പച്ചക്കറി ഭക്ഷണത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ഇന്ത്യൻ കോഫി ഹൗസുകളിൽ കൂടി അത്തരത്തിലൊരു സംസ്കാരം വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കയ്യിൽ കാശില്ലാത്തവർ മാത്രമേ മസാല ദോശയും കട്ട്ലറ്റും നെയ്റോസ്റ്റും കഴിക്കുവാൻ മുന്നോട്ട് വരുന്നുള്ളൂ. 100 രൂപ തികച്ച് കയ്യിൽ വരുന്നതോടുകൂടി നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിലേക്ക് ധൃതിയിൽ കയറിപ്പോവുകയും പൊറോട്ടയും ചിക്കൻ കറിയും ഓർഡർ ചെയ്യുകയും ചെയ്യുന്നത് സാധാരണമായി മാറിയിട്ടുണ്ട്. ഈ മലവെള്ളപ്പാച്ചിൽ തടഞ്ഞു നിർത്തുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊന്നും ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. പാർട്ടി കൂലങ്കഷമായി ആലോചിച്ച് അവസാനം തീരുമാനിച്ചത് കോഫി ഹൗസുകളിൽ ചിക്കൻ കറിയും മുട്ടക്കറിയും ബിരിയാണിയും കൊടുക്കുവാനും അങ്ങനെ കൂടുതൽ ലാഭമുണ്ടാക്കുവാനുമാണ്. കണ്ണൂരിലും കോഴിക്കോടും നോൺ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കിട്ടുന്ന ബ്രാഞ്ചുകളും കോഫി ഹൗസ് തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂർ സൗത്ത് ബസാറിലുള്ള 2 കോഫി ഹൗസുകളിൽ ഒരെണ്ണത്തിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ കിട്ടുകയുള്ളൂ. കോഴിക്കോട് കല്ലായി റോഡിൽ ആരാധന ടൂറിസ്റ്റ് ഹോമിൻ്റെ മുകൾ നിലയിൽ പ്രത്യേകമായൊരു നോൺ വെജിറ്റേറിയൻ കോഫി ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ മാങ്ങാട്ടുപറമ്പിലുള്ള കോഫി ഹൗസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊട്ടാര സദൃശമായ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയും നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ സുലഭമായി ലഭിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മലപ്പുറം സംസ്കാരവും കോഴി ബിരിയാണിയും കമ്മ്യൂണിസ്റ്റുകാർ 2 കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇടതുപക്ഷ സ്വാധീനമുള്ള കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള ബുദ്ധിജീവികളുടെ കൂട്ടായ്മകൾ ഫാസ്റ്റ് ഫുഡ് കൾച്ചറിൻ്റെ അപകടങ്ങളെക്കുറിച്ച് പണ്ടുകാലത്ത് സംസാരിച്ചിരുന്നത് ശ്രദ്ധിക്കുവാൻ ആളുകളെ കിട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്ക് കേൾവിക്കാരില്ല. അതിന് കാരണം എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഫാസ്റ്റ് ഫുഡ് കൾച്ചറാണ്. കൊക്കക്കോള കൾച്ചർ അപകടകരമാണെന്ന് പണ്ടുകാലത്ത് സ്കൂളുകളിലെ സയൻസ് അധ്യാപകർ പറയാറുണ്ട്. എന്നാൽ ഇപ്പോൾ സയൻസ് അധ്യാപകരും കൊക്കക്കോള കുടിക്കുന്നുണ്ട്. പൊറോട്ടയും ചിക്കൻ കറിയും ഇഷ്ടമില്ല എന്ന് തുറന്നു പറയുവാൻ ഏതെങ്കിലും ഒരു സയൻസ് അധ്യാപകന് ധൈര്യമുണ്ടാകില്ല. കാരണം സ്കൂൾ മാനേജർ അദ്ദേഹത്തെ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കുവാൻ ഇത്തരത്തിലുള്ള ലിബറൽ ആശയങ്ങൾ കാരണമാക്കിയേക്കും എന്ന് എല്ലാ സയൻസ് അധ്യാപകർക്കും അറിയാം. അതുകൊണ്ട് നെയ്ച്ചോറും ബിരിയാണിയും കോഴി പൊരിച്ചതും കേരളത്തെ കീഴടക്കുമ്പോൾ സയൻസ് അധ്യാപകർ അതാണ് അതിൻ്റെ ശരി എന്ന് പറയാൻ നിർബന്ധിതരായിരിക്കുന്നു. എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ സ്വതവേയുള്ള സംസ്കാരവും അനേകം പച്ചക്കറി വിഭവങ്ങൾ നിറഞ്ഞ ഓണസദ്യയും ഒരു സാംസ്കാരിക ചിഹ്നം മാത്രമായി മാറിയിരിക്കുന്നു. വർഷത്തിൽ 1-2 തവണ മാത്രം ഓണസദ്യ ഉണ്ടാക്കുന്നത് മലയാളികൾക്ക് ഇഷ്ടമാണ് എന്ന് ഇപ്പോഴും പറയാൻ പറ്റും. എന്നാൽ അവരുടെ ദൈനംദിന ഭക്ഷണം സൗദി അറേബ്യൻ ഭക്ഷണം തന്നെയാണ്. മലപ്പുറത്തെ കോളേജുകളിലും സ്കൂളുകളിലും ഓണാഘോഷത്തിന് വലിയ താല്പര്യം കാണിക്കുന്നതും പച്ചക്കറി സദ്യ കൊല്ലത്തിൽ 1 ദിവസം വിളമ്പുകയും ബാക്കി 364 ദിവസം നോൺ വെജ് ഭക്ഷണം വിളമ്പുകയും ചെയ്യുന്നത് ഓണാഘോഷം ഒരു സാംസ്കാരിക പ്രതീകം മാത്രമായി മാറ്റി നിർത്തുവാനുള്ള ഒരു അഭിപ്രായ ഐക്യം ഉണ്ടായതുകൊണ്ടാണ്. ഒരു മലയാളിയോട് നിങ്ങൾ പച്ചക്കറി ഭക്ഷണം കഴിക്കുമോ എന്ന് ചോദിച്ചാൽ അയാൾ മറുപടി പറയും, ഓണത്തിനും സംക്രാന്തിക്കും മാത്രമേ കഴിക്കാറുള്ളൂ എന്ന്. ഒരാഴ്ചയിൽ 21 തവണ ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര പ്രാവശ്യം നോൺ വെജിറ്റേറിയൻ കഴിക്കുമെന്ന് ചോദിച്ചാൽ മലയാളികൾ പലരും പറയുന്നത് 21 പ്രാവശ്യവും എനിക്ക് ഇറച്ചി അല്ലെങ്കിൽ മീൻ നിർബന്ധമാണ് എന്നാണ്. എങ്കിലും കുറച്ചു പേർ ഇപ്പോഴും രാവിലെ ഇറച്ചിയോ മീനോ ഇല്ലാതെ ദോശയും ചട്നിയും കഴിക്കുവാൻ സാധിക്കുന്നവരാണ്.
എങ്കിലും ഉച്ചയ്ക്ക് മീനില്ലാതെയും രാത്രി കോഴിക്കറിയില്ലാതെയും ഭക്ഷണം കഴിക്കുവാൻ പല മലയാളികൾക്കും സാധിക്കുന്നില്ല. മലപ്പുറം ജില്ലയിലെ കോളേജുകളിലും സ്കൂളുകളിലും അറേബ്യൻ സംസ്കാരം പടർന്നു പിടിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരുടെ എല്ലാ ആഘോഷങ്ങളിലും കോഴി പൊരിച്ചതും മീൻകറിയും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ലളിതമായ പച്ചക്കറി ഭക്ഷണവും ഗ്രാമീണ രീതിയിലുള്ള ജീവിതശൈലിയും മലപ്പുറക്കാർക്ക് അന്യമായി കഴിഞ്ഞു. പുതിയ തലമുറക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള ജീവിതശൈലിയോട് ഒരുതരം അലർജിയും ശത്രുതയുമുണ്ട്. പാവപ്പെട്ടവർ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുകയും കയ്യിൽ കാശുള്ളവൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതാണ് സ്വാഭാവികമായ രീതിയെന്ന് മലപ്പുറക്കാർ ധരിച്ചു വച്ചിരിക്കുകയാണ്. കേരളത്തിലെ ബഡ്ജറ്റ് റെസ്റ്റോറൻറ്റുകളിൽ പലതും വെജിറ്റേറിയൻ ആണ് എന്നുള്ളതും ചെലവ് കൂടിയ എല്ലാ റെസ്റ്റോറൻറ്റുകളും നോൺ വെജിറ്റേറിയൻ ആണ് എന്നുള്ളതും ഈ വസ്തുതയ്ക്ക് അടിവരയിടുന്നു. എന്നാൽ ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിൽ ലോ ക്ലാസ് റെസ്റ്റോറൻറ്റുകളിലാണ് ഇറച്ചിയും മീനും വിളമ്പുക. മുന്തിയ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പച്ചക്കറി മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാൽ മലപ്പുറക്കാർക്ക് ബാംഗ്ലൂർ സംസ്കാരത്തോട് യാതൊരു തരത്തിലുള്ള ബഹുമാനമോ അംഗീകാരമോ ഇല്ല. മലപ്പുറത്ത് ബാംഗ്ലൂരിൻ്റെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണ്. മലപ്പുറത്തെ കോളേജുകളിലും സ്കൂളുകളിലും MSF, KSU തുടങ്ങിയ സംഘടനകൾക്ക് വലിയ മാന്യതയും സ്വീകാര്യതയുമുണ്ട്. എന്നാൽ അധ്യാപകർക്കിടയിൽ ഇപ്പോഴും KSTA, AKPCTA തുടങ്ങിയ ഇടതുപക്ഷ സംഘടനകൾക്ക് അല്പസ്വല്പം പ്രാതിനിധ്യമൊക്കെയുണ്ട്. പല അധ്യാപകരും ലിബറൽ ആശയങ്ങൾ കുട്ടികളിലേക്ക് കുത്തിവെക്കാൻ ശ്രമിക്കുകയും പൊങ്ങച്ചവും ധാരാളിത്തവും നിറഞ്ഞ ഒരു സംസ്കാരം സസ്റ്റൈനബിൾ അല്ല എന്ന് കുട്ടികളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കാറുമുണ്ട്. എന്നാൽ അത്തരം അധ്യാപകരെ കമ്മ്യൂണിസ്റ്റ് ചാരന്മാരായി മലപ്പുറത്ത് കണക്കാക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് സാധാരണമാണ്. കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനകൾക്കാണ് മലപ്പുറത്ത് കൂടുതൽ മാർക്കറ്റ്. വലതുപക്ഷ അധ്യാപകർ മാന്യന്മാരായും ഇടതുപക്ഷ അധ്യാപകർ അപകടകാരികളായും മലപ്പുറക്കാർ ചിന്തിക്കുന്നു. അതുകൊണ്ട് ലിബറൽ ആശയങ്ങൾ മലപ്പുറത്ത് പ്രചരിപ്പിക്കുവാൻ പ്രയാസമുണ്ട്. കോളേജുകളിലെയും സ്കൂളുകളിലെയും പ്രിൻസിപ്പൽമാരും മാനേജർമാരും വലതുപക്ഷ അധ്യാപക സംഘടനാ നേതാക്കളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ചുമതലകൾ വലതുപക്ഷ അധ്യാപകർക്ക് മാത്രമേ നൽകാറുള്ളൂ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ, ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ അധ്യാപക സംഘടനകളിൽ പ്രവർത്തിക്കുന്ന മലപ്പുറം ജില്ലയിലുള്ള അധ്യാപകർക്ക് രണ്ടാം നിര പൗരന്മാരായി അടങ്ങിയൊതുങ്ങി ജീവിക്കേണ്ടി വരുന്നു. വായി തുറന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മലപ്പുറത്ത് ലിബറൽ ആശയങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും എഴുത്തുകാരും കവികളും നക്സലേറ്റുകളും തീവ്ര ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരും ലിബറൽ ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരും ഇത്തരത്തിലുള്ള എല്ലാ താടിക്കാരും മലപ്പുറക്കാർക്ക് ശത്രുക്കളായി മാറിയിട്ടുണ്ട്. കൊക്കക്കോള എൻജോയ് എന്ന് പറയുമ്പോൾ കൈയടിക്കാൻ മലപ്പുറത്ത് ഇഷ്ടംപോലെ ആളുകളെ കിട്ടുന്നുണ്ട്. എന്നാൽ പ്ലെയിൻ ലിവിംഗ് ആൻഡ് ഹൈ തിങ്കിങ് പോലെയുള്ള യൂറോപ്യൻ ആശയങ്ങൾ മലപ്പുറത്ത് വേരുപിടിപ്പിക്കാൻ ശ്രമിക്കുന്ന ബുദ്ധിജീവികളെ ആട്ടിയോടിക്കുവാൻ മലപ്പുറക്കാർക്ക് വലിയ താല്പര്യമുണ്ട്. എന്താണ് ലിബറൽ ചിന്താഗതി എന്ന് ചോദിച്ചാൽ പല മലപ്പുറക്കാർക്കും അറിയുകയില്ല. എന്നാൽ നിങ്ങൾ ലിബറലായി സംസാരിക്കുമ്പോൾ മലപ്പുറക്കാർ പെട്ടെന്ന് നിങ്ങളെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി തിരിച്ചറിയുകയും മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിൽ മലപ്പുറക്കാർക്ക് സ്വന്തമായ ഒരു രാഷ്ട്രീയ സംസ്കാരവും മുതലാളിത്തത്തിന് അനുകൂലമായ ഒരു ചിന്താരീതിയുമുണ്ട്. ഈ അഭിപ്രായഗതി മാറ്റിയെടുക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാർക്കോ ലിബറൽ ചിന്താഗതിക്കാർക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല. മലപ്പുറം ജില്ലയിൽ ജോലി ചെയ്യുന്ന സയൻസ് അധ്യാപകർ ഭയപ്പാടോടുകൂടി പമ്മിയാണ് സ്കൂളിൽ പോകുന്നതും തിരിച്ചു വരുന്നതും. സ്കൂളുകളിലെ സയൻസ് പുസ്തകങ്ങളിൽ ഇപ്പോഴും മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയതല്ല, കുരങ്ങിൽ നിന്ന് പരിണമിച്ചാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് എന്ന് അച്ചടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അത് ഉച്ചത്തിൽ പഠിപ്പിക്കുവാൻ മലപ്പുറം ജില്ലയിലെ സയൻസ് അധ്യാപകർക്ക് സാധിക്കുന്നില്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് മലപ്പുറക്കാർ വിശ്വസിക്കുന്നതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യുവാൻ മലപ്പുറത്തെ ശാസ്ത്രകാരന്മാർക്ക് സാധിക്കുന്നില്ല. ഇത്തരത്തിൽ സൗദി അറേബ്യൻ ആശയങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിച്ച ഒരു ആൾക്കൂട്ടമായി മലപ്പുറക്കാരെ കാണേണ്ടി വരും. ശാസ്ത്രീയമായി കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു സമീപനം മലപ്പുറത്തെ സയൻസ് അധ്യാപകർക്ക് മുന്നോട്ട് വെക്കാൻ ധൈര്യമില്ല. കാരണം മദ്രസ അധ്യാപകർക്ക് ശമ്പളം കുറവാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനും അംഗീകരിക്കുവാനും ധാരാളം ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. എന്നാൽ സ്കൂളുകളിലെ സയൻസ് അധ്യാപകർ തങ്ങളുടെ ഇടതുപക്ഷ ആശയങ്ങളും ലിബറൽ ആശയങ്ങളും ഭാര്യയോടും കുട്ടികളോടും മാത്രം സംസാരിക്കേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ മലപ്പുറത്ത് മുതലാളിത്തത്തിന് നല്ല സ്വീകാര്യതയും അംഗീകാരവുമുണ്ട് എന്നുള്ളത് കൊണ്ട് സാമ്പത്തികമായി വൻ വളർച്ച നേടുന്ന ആദ്യത്തെ കേരളത്തിലെ ജില്ല മലപ്പുറം തന്നെയായിരിക്കും.
പിന്നീട് എല്ലാ ജില്ലകളും ഇത് പകർത്തുമെങ്കിലും അപ്പോഴേക്കും അവസരങ്ങൾ വളരെ കുറയുകയും മലപ്പുറക്കാർ മറ്റെല്ലാ ജില്ലകളെക്കാൾ മീതെ എത്തുകയും ചെയ്യും. അതുകൊണ്ട് മുതലാളിത്തത്തിൻ്റെ ഗുണങ്ങൾ കേരളത്തിൽ എല്ലാവരും മനസ്സിലാക്കുകയും മലപ്പുറക്കാരെ കണ്ടുപഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ കേരളം ഒരു സമ്പൽ സമൃദ്ധമായ സംസ്ഥാനമായി മാറുകയും അറേബ്യൻ രാജ്യങ്ങളിൽ പോയി ജീവിക്കേണ്ട ആവശ്യം ഇല്ലാതാവുകയും ചെയ്യും. ഇത്തരത്തിൽ മലപ്പുറം ജില്ലക്കാരുടെ ഗുണങ്ങൾ എണ്ണി പറയുമ്പോഴും മലപ്പുറത്തിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയാതെ ഈ വീഡിയോയ്ക്ക് ഒരു ബാലൻസ് ഉണ്ടാവുകയില്ല. മലപ്പുറം ജില്ലക്കാർ ഇപ്പോഴും ഗവൺമെൻറ് ജോലി കാശുണ്ടാക്കാനുള്ള ഒരു മാർഗമായി കാണുന്നുണ്ട്. കണ്ണൂരിലും കാസർഗോഡും ഗവൺമെൻറ് ജോലി മോശമായൊരു കാര്യമാണെങ്കിൽ മലപ്പുറത്ത് ഭാര്യയും ഭർത്താവും സർക്കാർ ജോലിയിൽ പ്രവേശിച്ചാൽ മാസം 2 ലക്ഷം രൂപ കിട്ടുമെന്നും അത്തരത്തിൽ ധാരാളം സമ്പത്തുണ്ടാക്കാൻ പറ്റുമെന്നും വിശ്വസിക്കുന്നുണ്ട്. ഈ വിശ്വാസഗതി ചവറ്റുകൊട്ടയിൽ നിക്ഷേപിക്കാതെ മലപ്പുറക്കാർക്ക് ബിസിനസ് വളർച്ച ഉണ്ടാക്കുവാൻ പറ്റുകയില്ല. ഗവൺമെൻറ് ജോലിയുള്ളവർ അത് രാജിവെച്ച് കച്ചവടം തുടങ്ങിയാൽ മാത്രമേ കോടീശ്വരനാവാൻ പറ്റുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം മലപ്പുറക്കാർ തിരിച്ചറിയുവാൻ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. അതിനു പുറമെ മലപ്പുറക്കാർ അടുത്ത കാലത്ത് പണമുണ്ടാക്കിയവർ ആയതുകൊണ്ട് പണക്കാരുടെ ജീവിതശൈലി എന്താണെന്ന് അവർക്ക് ശരിക്കും പിടികിട്ടിയിട്ടില്ല. മലപ്പുറത്തെ കല്യാണങ്ങളിൽ സ്ത്രീകൾ തങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രാധാന്യം കാണിക്കുവാൻ വേണ്ടി ധാരാളം സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുകൊണ്ട് പ്രത്യക്ഷപ്പെടാറുണ്ട്. കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ അണിയുന്ന പെൺകുട്ടികൾ കൂടുതൽ ഉയർന്ന കുടുംബങ്ങളിൽ ഉള്ളവരാണെന്ന് ഒരു ധാരണയും മലപ്പുറക്കാർക്കുണ്ട്. എന്നാൽ യഥാർത്ഥ സാമ്പത്തിക ശേഷിയുള്ളവർ ദരിദ്രരായി അഭിനയിക്കുകയും ലളിതമായി വസ്ത്രം ധരിക്കുകയും ജനങ്ങളുമായി ഇടപഴകുന്നത് കുറയ്ക്കുകയുമാണ് ചെയ്യുക. അസൂയക്കാരുടെയും വായാടികളുടെയും ശ്രദ്ധ ആകർഷിക്കുന്നത് തങ്ങളുടെ സമ്പത്തിനെക്കുറിച്ച് കൂടുതൽ ആളുകൾ സംസാരിക്കുവാനും കള്ളന്മാരെയും സംഭാവന ചോദിക്കുന്നവരെയും ഭീഷണിപ്പെടുത്തി കടം ചോദിക്കുന്നവരെയും തങ്ങളുടെ വീട്ടിലേക്ക് ആകർഷിക്കുവാൻ കാരണമാകുമെന്ന് കാശുള്ള എല്ലാവർക്കും അറിയാം. എന്നാൽ മലപ്പുറക്കാർ പണം പ്രദർശിപ്പിക്കുകയും ധാരാളമായി സംഭാവനയും കടവും കൊടുക്കുവാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ നഗരത്തിലെ എല്ലാ കോടീശ്വരന്മാർക്കും സ്വന്തമായി വാച്ച്മാനുണ്ട്. സന്ദർശകരെ വീട്ടിനുള്ളിൽ പ്രവേശിപ്പിക്കുകയില്ല. ഒരാളുടെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി അയാളുടെ സഹോദരന്മാർക്കും മക്കൾക്കും മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ മലപ്പുറത്ത് കാശുള്ളതിനനുസരിച്ച് അത് കൂടുതൽ പ്രദർശിപ്പിക്കുകയും കൂടുതൽ അപകടകരമായി ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് നാം കണ്ടുവരുന്നത്. പല കോടീശ്വരന്മാർക്കും മലപ്പുറത്ത് വാച്ച്മാനില്ല. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും എപ്പോഴും കയറി ചെല്ലുകയും സക്കാത്ത് ചോദിക്കുകയും ചെയ്യാമെന്നുള്ള ഒരവസ്ഥ മലപ്പുറത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മലപ്പുറക്കാർ എല്ലാവരെയും VIP-കളായി കണക്കാക്കുകയും എല്ലാവരോടും കുടുംബവിശേഷങ്ങളും സ്വത്തുക്കളുടെ നിജസ്ഥിതിയും അന്വേഷിക്കുന്നത് കാണാറുണ്ട്. നാട്ടിൽ കാണുന്ന എല്ലാ അണ്ടനോടും അഴകോടനോടും നിങ്ങൾക്ക് എവിടെയൊക്കെ സ്വത്തുക്കളുണ്ടെന്നും ഏതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നും ചോദിക്കുന്നതും അത്തരം വിശദാംശങ്ങൾ ഓർമ്മയിൽ വെക്കുന്നതും പ്രചരിപ്പിക്കുന്നതും മലപ്പുറക്കാരുടെ ഒരു സ്വഭാവമാണ്. എന്നാൽ സാധാരണക്കാർക്ക് ഇത്ര ബഹുമാനം കൊടുക്കുന്ന ഒരു കൾച്ചർ ബാംഗ്ലൂരിലോ ബോംബെയിലോ ഇല്ല. സ്വന്തമായി കാറോടിച്ചു പോകുന്ന ഒരു ഇടത്തരക്കാരനോട് ആരും നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്, എന്താണ് ജോലി എന്ന് അന്വേഷിക്കാറില്ല. കാരണം അല്പം സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്കൊക്കെ ഡ്രൈവർമാരുണ്ടാകുമെന്നും ആയുധമേന്തിയ അംഗരക്ഷകർ എപ്പോഴും അവരുടെ കൂടെ യാത്ര ചെയ്യുമെന്നും അവരോട് സംസാരിക്കാൻ സാധിക്കുകയില്ലെന്നും ഇന്ത്യയിലെ വൻ നഗരങ്ങളിൽ താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും. എന്നാൽ മലപ്പുറത്ത് ഒരു പുതിയ കുപ്പായമിട്ടാൽ ഉടൻ തന്നെ എല്ലാവരും മുതലാളി എന്ന് വിളിച്ച് ശല്യം ചെയ്യുകയും അധികം താമസിയാതെ 5 ബിരിയാണിക്ക് ഓർഡർ ചെയ്യുകയും ചെയ്യേണ്ട ദുരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മലപ്പുറക്കാർ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഈ ജീവിതശൈലി മാറ്റിയെടുത്തില്ലെങ്കിൽ മലപ്പുറത്തേക്ക് സ്ഥലമാറ്റം കിട്ടിവരുന്ന മറ്റു ജില്ലക്കാർക്ക് ഈ ബഹുമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ പ്രയാസമുണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം മലപ്പുറത്തെത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചറിയേണ്ടി വരും. ശമ്പളം കിട്ടിയാൽ അത്യാവശ്യം ചെലവുകൾ കഴിഞ്ഞ് ബാക്കിയുള്ള പൈസ ബാങ്കിലിടുന്ന നിങ്ങളുടെ ശീലം മലപ്പുറത്ത് നടക്കുകയില്ല. എല്ലാ മാസവും മറ്റുള്ളവർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുവാനും കടം കൊടുത്ത് സഹായിക്കുവാനും ഒരു തുക നീക്കിവെക്കാൻ മലപ്പുറത്ത് ജോലി ചെയ്യുന്ന കണ്ണൂർക്കാരും തൃശ്ശൂർക്കാരും നിർബന്ധിതരായിരിക്കുന്നു. സാധാരണക്കാരെ മുതലാളി എന്ന് വിളിക്കുന്ന ഈ മോശം സ്വഭാവം മലപ്പുറക്കാർ നിർത്തുകയും ബാംഗ്ലൂരിലും ബോംബെയിലും ചെയ്യുന്നത് പോലെ സാധാരണക്കാരെ മൈൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ മാത്രമേ അവർക്ക് ശല്യമില്ലാതെ ജീവിക്കാൻ പറ്റൂ എന്ന് മലപ്പുറക്കാർ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.